നമസ്കാരം. ഇന്ത്യൻ ഭരണഘടനയെ ആരാണ് ശരിക്കും സംരക്ഷിക്കുന്നത്? നിങ്ങൾ ചിലപ്പോൾ വലിയ രാഷ്ട്രീയക്കാരുടെയോ അല്ലെങ്കിൽ നിയമപണ്ഡിതരുടെയോ പേരുകളൊക്കെ ആവും ഓർക്കുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയുടെ ആത്മാവ് കാത്തത് കേരളത്തിലെ ഒരു സന്യാസി നടത്തിയൊരു നിയമപോരാട്ടമാണ്. വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ടല്ലേ? ആ ഒരു അവിശ്വസനീയമായ കഥയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ ഒറ്റ നോട്ടത്തിൽ നോക്കിയാ ഇതെന്താ? ഒരു സാധാരണക്കാരൻ തന്റെ ഭൂമിക്ക് വേണ്ടി സർക്കാരുമായിട്ട് നടത്തുന്ന ഒരു കേസ്, അങ്ങനെയല്ലേ തോന്നൂ? പക്ഷെ സംഭവം അതായിരുന്നില്ല. അതിലും എത്രയോ വലുതായിരുന്നു ഈ കേസ്. നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം, നമ്മുടെയെല്ലാം അവകാശങ്ങൾ, ഇതിന്റെയൊക്കെ ഭാവി തീരുമാനിച്ച ഒരു പോരാട്ടമായിരുന്നു അത്. ആ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അപ്പോ നമ്മുടെ ഈ കഥയിലെ ഹീറോ അത് കേരളത്തിലെ എടനീർ മഠത്തിന്റെ തലപ്പത്തുണ്ടായിരുന്ന സ്വാമി കേശവാനന്ദ ഭാരതിയാണ്. അദ്ദേഹം വെറുമൊരു ഭൂമിയുടെ ഉടമ മാത്രമായിരുന്നില്ല, ഒരു നാടിന്റെ തന്നെ ആത്മീയ കേന്ദ്രം നോക്കി നടത്തിയിരുന്ന ആളായിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ വളരെ പേഴ്സണലായൊരു പ്രശ്നത്തിൽ നിന്നാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഈ ഭരണഘടനാ തർക്കം തുടങ്ങുന്നത്. അപ്പോ എന്തായിരുന്നു യഥാർത്ഥ പ്രശ്നം? സിമ്പിളായി പറഞ്ഞാൽ കേരള സർക്കാർ ഒരു ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നു. ഈ നിയമം വെച്ച് എടനീർ മഠത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഭൂമി, അതായിരുന്നു അവരുടെ പ്രധാന വരുമാനം. അത് സർക്കാരിന് ഏറ്റെടുക്കാമെന്നായി. സ്വാഭാവികമായും മഠം പ്രതിസന്ധിയിലായി. അപ്പൊ സ്വാമി കോടതിയിൽ വാദിച്ചതിതാണ്: നോക്കൂ, ഞങ്ങൾക്ക് മതസ്ഥാപനങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ആർട്ടിക്കിൾ 25ഉം 26ഉം തരുന്ന ഉറപ്പാണ്. പിന്നെ നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരല്ലേ? അത് ആർട്ടിക്കിൾ 14. ഇതൊക്കെ ഇവിടെ ലംഘിക്കപ്പെട്ടു. പോരാത്തതിന് അന്ന് സ്വത്തവകാശം ഒരു മൗലികാവകാശമായിരുന്നു, അതും പോയി കിട്ടി. അതായത് മതസ്വാതന്ത്ര്യം, മതസ്ഥാപനങ്ങൾ നടത്താനുള്ള അവകാശം, സ്വത്ത് കൈവശം വയ്ക്കാനുള്ള അവകാശം, ഇതൊക്കെ എന്റെ മൗലികാവകാശങ്ങളാണ്. കണ്ടോ, കേരളത്തിലൊരു മഠത്തിന്റെ ഭൂമി പ്രശ്നം എങ്ങനെയാണ് രാജ്യത്തെ ഏറ്റവും വലിയൊരു മൗലികാവകാശ പോരാട്ടമായി മാറിയതെന്ന്? പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് സ്വാമിയുടെ മാത്രം ഒരു പ്രശ്നമായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ രാജ്യത്ത് അപ്പോൾ നടന്നുകൊണ്ടിരുന്ന ഒരു വലിയ കളിയുടെ ഭാഗം മാത്രമായിരുന്നു ഇത്. അതായത് ഭരണഘടന ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് എത്രത്തോളം അധികാരമുണ്ട്, ഈ ഒരു കാര്യത്തിൽ പാർലമെന്റും സുപ്രീം കോടതിയും തമ്മിൽ ഒരു വലിയ പോര് തന്നെ നടക്കായിരുന്നു ആ സമയത്ത്. ഈ ടൈം ലൈൻ ഒന്ന് നോക്കിക്കേ. ഇതൊരു ഒന്നൊന്നര വടംവലിയായിരുന്നു. ആദ്യം 1967 ഗോലക്നാഥ് കേസില് സുപ്രീം കോടതി പറഞ്ഞു, ഹേയ്, മൗലികാവകാശങ്ങളിൽ തൊടാൻ പാർലമെന്റിന് പറ്റില്ല. പക്ഷെ പാർലമെന്റ് വെറുതെ ഇരുന്നോ? ഇല്ല. അവര് നേരെ 24-25 ഭേദഗതികൾ പാസാക്കി ആ വിധി അങ്ങ് മറികടന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് എന്തും ഭേദഗതി ചെയ്യാം. അവിടെയും നിർത്തിയില്ല. നേരെ 29ാം ഭേദഗതി കൊണ്ടുവന്ന് കേരളത്തിലെ ആ ഭൂപരിഷ്കരണ നിയമങ്ങളെ എടുത്ത് 9ാം ഷെഡ്യൂളിലിട്ടു. ഈ 9ാം ഷെഡ്യൂൾ ഒരു മാന്ത്രിക പെട്ടി പോലെയാ. അതിലിട്ടാൽ പിന്നെ കോടതിക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സാഹചര്യത്തിലേക്കാണ് കേശവാനന്ദ ഭാരതിയുടെ കേസ് വരുന്നത്. അതോടെ സംഭവം വേറെ ലെവലായി. അങ്ങനെ സ്വാമിയുടെ ആ ഒരു ഭൂമിയുടെ കേസ് പതിയെ പതിയെ രാജ്യത്തെ ഏറ്റവും വലിയൊരു ഭരണഘടനാപരമായ ചോദ്യമായി മാറി. ആ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പിന്നെ നടന്നത് ഇന്ത്യൻ നിയമചരിത്രത്തിലെ ഏറ്റവും വലിയൊരു തയ്യാറെടുപ്പായിരുന്നു. 13, ഒന്നോ രണ്ടോ അല്ല, 13 ജഡ്ജിമാർ. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ഒരു കേസ് കേൾക്കാൻ ഇത്രയും വലിയൊരു ബെഞ്ച് ഒരുമിച്ചിരുന്നിട്ടില്ല. അതിൽ നിന്ന് തന്നെ ഊഹിക്കാമല്ലോ ഈ കേസിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന്. അപ്പോ ആ 13 ജഡ്ജിമാരുടെ മുന്നിലുണ്ടായിരുന്ന ചോദ്യം ഇത്രയുള്ളൂ: ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് പരിധിയില്ലാത്ത അധികാരമുണ്ടോ? കേൾക്കുമ്പോൾ വളരെ സിമ്പിളായി തോന്നാമല്ലേ? പക്ഷേ ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ അടിത്തറ തന്നെ ഇളക്കുന്ന ഒരു ചോദ്യമായിരുന്നു അത്. അതായത് നമ്മുടെ ഭരണഘടനയെ തോന്നിയ പോലെ മാറ്റിമറിക്കാൻ പാർലമെന്റിന് സാധിക്കുമോ? ഒടുവിൽ ആ ദിവസം വന്നു. 1973 ഏപ്രിൽ 24 ചരിത്രവിധി പുറത്തുവന്നു. അതും നേരെ ഒരു ഭൂരിപക്ഷത്തിന്. 7 ജഡ്ജിമാർ ഒരു ഭാഗത്തും 6 പേർ മറുഭാഗത്തും. ആ വിധിയിലൂടെ സുപ്രീം കോടതി ഇന്ത്യൻ നിയമചരിത്രത്തിൽ പുതിയൊരു സിദ്ധാന്തം തന്നെ എഴുതിച്ചേർത്തു. ഇവിടെയാണ് കോടതിയുടെ ആ ഒരു ബ്രില്യൻസ് നമ്മൾ കാണുന്നത്. അവര് വളരെ ബാലൻസ്ഡ് ആയൊരു നിലപാടെടുത്തു. കോടതി പറഞ്ഞു, തീർച്ചയായും പാർലമെന്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരമുണ്ട്, അതില് സംശയമൊന്നുമില്ല. പക്ഷേ ആ അധികാരത്തിന് ഒരു അതിരുണ്ട്. എന്താണ് അതിര്? ഭരണഘടനയുടെ ആത്മാവ്, അതിന്റെ അടിസ്ഥാന ഘടന, അതിനെ മാറ്റാനോ തകർക്കാനോ പാർലമെന്റിന് കഴിയില്ല. ഇതിനെയാണ് നമ്മൾ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ അല്ലെങ്കിൽ അടിസ്ഥാന ഘടനാ സിദ്ധാന്തം എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ, നമ്മുടെ ഭരണഘടന ഒരു വീട് പോലെയാണെങ്കിൽ നിങ്ങൾക്കതിന്റെ ജനലും വാതിലും പെയിന്റുമൊക്കെ മാറ്റാം, പക്ഷേ അതിന്റെ അടിത്തറ പൊളിച്ചു മാറ്റാൻ പറ്റില്ല. അതാണ് സംഭവം.
അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. എന്താണ് ഈ അടിസ്ഥാന ഘടന? കോടതി അതിന് കൃത്യമായ ഒരു ലിസ്റ്റൊന്നും തന്നില്ല. കാരണം അതൊരു തുറന്ന ആശയമാണ്. പക്ഷെ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു. അതായത് ഭരണഘടനയുടെ പരമാധികാരം, നമ്മുടെ ജനാധിപത്യ രീതി, മതേതരത്വം, പിന്നെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം തമ്മിലുള്ള അധികാര വിഭജനം, ജുഡീഷ്യൽ റിവ്യൂ, ഇതൊക്കെ അതിൽ വരും. കാലത്തിനനുസരിച്ച് പുതിയ കാര്യങ്ങളും ഇതിലുൾപ്പെട്ടേക്കാം. അപ്പോ ഈ വിധി വന്നിട്ട് 50 വർഷത്തിൽ കൂടുതലായി. എന്നിട്ടും നമ്മൾ എന്തിനാണ് ഇന്നും ഈ കേസിനെപ്പറ്റി സംസാരിക്കുന്നത്? അത് നമ്മളെ, അതായത് ഓരോ ഇന്ത്യൻ പൗരനെയും എങ്ങനെയാണ് ബാധിക്കുന്നത്? കാരണം ആ വിധി നമുക്ക് തന്നത് വെറുമൊരു നിയമസിദ്ധാന്തം മാത്രമല്ല, അതൊരു രക്ഷാകവചമാണ്. നോക്കൂ, ഈ വിധി പാർലമെന്റിന്റെ അധികാരത്തിന് ഒരു ലക്ഷ്മണരേഖ വരച്ചു. അതുകൊണ്ടുതന്നെ ഒരു ഗവൺമെന്റിനും തോന്നിയ പോലെ ഏകാധിപതിയെപ്പോലെ പെരുമാറാൻ പറ്റില്ല. പക്ഷെ അതിലൊക്കെ ഏറ്റവും പ്രധാനം എന്താണെന്നറിയോ? നമ്മുടെയൊക്കെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കോടതികൾക്ക് അധികാരമുണ്ടെന്ന് ഈ വിധി ഉറപ്പിച്ചു. ഇതിലെ ഏറ്റവും നിർണായകമായ പോയിന്റ് ഇതാണ്. ആർട്ടിക്കിൾ 226, 227 അനുസരിച്ച് നമുക്ക് കോടതിയെ സമീപിക്കാനുള്ള അവകാശമില്ലേ? അതിനെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ആ അവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണെന്ന് ഈ വിധി പ്രഖ്യാപിച്ചു. അതിന്റെ അർത്ഥമെന്താണെന്നറിയോ? നാളെ സർക്കാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു നിയമം കൊണ്ടുവന്നാൽ അതിനെതിരെ കോടതിയിൽ പോവാനുള്ള നിങ്ങളുടെ അവകാശം ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നും പാർലമെന്റിന് എടുത്തുമാറ്റാൻ കഴിയില്ല. ഇതാണ് കേശവാനന്ദ ഭാരതി കേസ് നമുക്ക് ഓരോരുത്തർക്കും തരുന്ന ഏറ്റവും വലിയ ഗ്യാരണ്ടി. അതായത് ഈ ഒരു വാചകത്തില് ആ വിധിയുടെ മുഴുവൻ സത്യയുമുണ്ട്. ഭരണഘടന ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് ഒരുപാട് അധികാരങ്ങളുണ്ട്, സംശയമില്ല. പക്ഷേ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ മാറ്റാനോ നശിപ്പിക്കാനോ പാർലമെന്റിന് കഴിയില്ല. അധികാരമുണ്ട്, പക്ഷേ അത് അൺലിമിറ്റഡ് അല്ല. ഭരണഘടനയുടെ ആത്മാവ് സംരക്ഷിക്കപ്പെടും, ഉറപ്പ്. അപ്പോ കേശവാനന്ദ ഭാരതി കേസ് നമുക്ക് വലിയൊരു സുരക്ഷയാണ് നൽകിയത്. പക്ഷേ അതൊരു ഫുൾ സ്റ്റോപ്പ് അല്ല. അടിസ്ഥാന ഘടനയിൽ എന്തൊക്കെ വരും എന്നതിന്റെ ഒരു ഫൈനൽ ലിസ്റ്റ് കോടതി തന്നിട്ടില്ല. അപ്പോൾ ഒരു ചോദ്യം ബാക്കിയുണ്ട്. നാളെ നമ്മുടെ ഭരണഘടനയുടെ ആത്മാവെന്താണെന്ന് ആരാണ് തീരുമാനിക്കുക? കോടതികൾ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും, അതായത് ഉണർന്നിരിക്കുന്ന പൗരന്മാരും അതിന്റെ കാവൽക്കാരാണ്. ആ ഒരു ജാഗ്രതയാണ് നമ്മുടെ ജനാധിപത്യത്തെ ശരിക്കും സംരക്ഷിക്കുന്നത്, അല്ലേ?